മാനുവല്ലേ, ഇടോ മാനുവല്ലേ, താൻ എന്താണ് എന്നോട് പറഞ്ഞ് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാൻ? എന്നോട് ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറയാൻ താൻ ആരാണോ? തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ വന്നപ്പോ എന്തൊരു പവറായിരുന്നു. നാട്ടുകാർ മുഴുവനും കേക്കട്ടെടി നിന്റെ മുതലാളിയുടെ കഥ. അയാൾ ഇവിടെ വന്ന് കൊട്ടാരം പോലത്തെ ഒരു വലിയ വീടും കാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അയാള് ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ ശിക്ഷ അയാൾ അനുഭവിക്കും. ഇല്ലാതെ അയാൾ ഈ ലോകത്തിന് പോകത്തില്ല. പിന്നെ ഈ ലോകത്തിനൊരു സത്യമുണ്ട്. ആ സത്യത്തെ മുഴുവെക്കാനാണ് അയാൾ നോക്കിയത്. പിന്നെ ഈ കൊച്ചാപ്പിയുടെ വയറ് കീറി കല്ല് കെട്ടി കായലിൽ താക്കുമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. കൊച്ചാപ്പിയെ കൊല്ലാം, പക്ഷേ സത്യത്തെ കൊല്ലാൻ അയാൾക്ക് കഴിയത്തില്ല. സത്യം സൂര്യനാ, അത് തെളിഞ്ഞു തന്നെ നിൽക്കും. അതറിയാലോ മനല്ല. അകത്തിരിക്കായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്നാടോ താൻ വലിയ സാറായത്? മൂന്നാറ്റിൽ നിന്റെ പേരെന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? പിറക്കി മാനുവൽ. ഇവിടെ നീ മാനുവൽ സാറ്. മാനുവലെ, മൂന്നാറ്റിലെ സെമിത്തേരിയിൽ 2 ആത്മാക്കളുണ്ട്. അവരെ നിന്നെ വിടുകയില്ല. അവരുടെ മക്കളെ അനാഥരാക്കിയതാണ് നീ. ഞാൻ പോവുക. നിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവനാണ് ഞാൻ. ഇനിയും വരും. ഇനിയും നീ എന്നെ വരുത്താൻ നോക്കിയ മാനുവലെ, നിന്റെ കഥ ഞാൻ കഴിക്കും. കൊല്ലാൻ നിനക്ക് മാത്രമല്ല പറ്റില്ല, എല്ലാവർക്കും പറ്റും. മനസ്സിലായോടോ മാനുവല്ലേ? ആരാ അത്? മൂന്നാറിന്ന് വന്നൊരാളാ. മാനുവൽ സാറിന് ഒരുപാട് ചീത്ത പറഞ്ഞു. പഴയതൊക്കെ തെളിഞ്ഞു വരിക. എത്ര മൂടി വെച്ചാലും അതൊക്കെ പുറത്തു വരാതിരിക്കില്ലല്ലോ. അറുകൊലകളും അക്രമങ്ങളും അതിനു മാത്രം നടത്തിയിട്ടുണ്ട്. ഒന്നൊന്നായി അതെല്ലാം പുറത്തു വരും.